സിനിമ എന്നത് വെറും വിനോദമാണെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ കണ്ടു തീർക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, കണ്ടു കഴിഞ്ഞാൽ മാസങ്ങളോളം നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു സിനിമയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സെൻസർ ബോർഡുകൾ പോലും തോറ്റുകൊടുക്കേണ്ടി വന്ന ലോകത്തിലെ അനേകം രാജ്യങ്ങളിൽ ഇന്നും നിരോധിക്കപ്പെട്ടിട്ടുള്ള ആ സിനിമയുടെ പേരാണ് എ സെർബിയൻ ഫിലിം. 2010 പുറത്തിറങ്ങിയ ഈ സെർബിയൻ മൂവി ഒരു സാധാരണ ക്രൈം സിനിമയല്ല. മിലോസ് എന്ന ഒരു പോൺ സ്റ്റാറിലൂടെയാണ് കഥ തുടങ്ങുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അയാൾ ഒരു നിഗൂഢമായ സിനിമയിൽ അഭിനയിക്കാൻ കരാർ ഒപ്പിടുന്നു. എന്നാൽ ഷൂട്ടിംഗ് തുടങ്ങുന്നതോടെയാണ് അയാൾ തിരിച്ചറിയുന്നത് താൻ അകപ്പെട്ടിരിക്കുന്നത് പിശാചിൻ്റെ പോലും വിറപ്പിക്കുന്ന ക്രൂരതകൾക്കിടയിലാണെന്ന്. കൊലപാതകം, ലൈംഗിക വൈകൃതങ്ങൾ, മനുഷ്യ മനസാക്ഷിയെ മരവിക്കുന്ന വയലൻസ്, ഇതൊക്കെയായിരുന്നു ആ സിനിമയുടെ ഉള്ളടക്കം. ഒരു സാധാരണ മനുഷ്യനെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കും തോറും കഥാനായകനായ മിലോസിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അയാളുടെ നിയന്ത്രണത്തിനപ്പുറമാകുന്നു. വെറും അഭിനയമല്ല, മറിച്ച് യഥാർത്ഥ മരണങ്ങളും ക്രൂരതകളുമാണ് ക്യാമറയ്ക്ക് മുന്നിൽ നടക്കുന്നതെന്ന് അയാൾ തിരിച്ചറിയുന്നു. സിനിമയെക്കുറിച്ച് ചില ഞെട്ടിക്കുന്ന വസ്തുതകൾ കൂടി നിങ്ങൾ അറിയണം. ഈ സിനിമയിലെ പല സീനുകളും അത്രമേൽ തന്മയത്വത്തോടെ ചിത്രീകരിച്ചതിനാൽ ഇത് യഥാർത്ഥത്തിൽ നടന്നതാണോ എന്ന് പല രാജ്യങ്ങളിലെയും പോലീസ് അന്വേഷിക്കുക പോലും ചെയ്തു. കണ്ടു തീർക്കുന്ന പ്രേക്ഷകരിൽ കടുത്ത മാനസിക സമ്മർദ്ദവും വിഷാദവും ഉണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് കഴിയുമെന്ന് മനഃശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബ്രിട്ടനിലെ സെൻസർ ബോർഡ് ഈ സിനിമയിൽ നിന്നും 4 മിനിറ്റിലകം ദൈർഘ്യമുള്ള സീനുകൾ നീക്കം ചെയ്തിട്ടും അത് പ്രദർശിപ്പിക്കാൻ അനുമതി നൽകാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ലോകത്തെ 40-ലധികം രാജ്യങ്ങളിൽ ഈ സിനിമയുടെ DVD-കൾ കൈവശം വയ്ക്കുന്നത് പോലും നിയമവിരുദ്ധമാണ്. സിനിമയുടെ ഓരോ ഫ്രെയിമിലും നിഗൂഢതയും ഭയവും നിറച്ചുവെക്കാൻ സംവിധായകൻ ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട്. സാധാരണഗതിയിലുള്ള ഹൊറർ സിനിമകൾ കണ്ട് ശീലിച്ച മലയാളികൾക്ക് ഈ സിനിമ ഒരു പക്ഷേ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരിക്കും. എന്തിനാണ് ഇത്രയും ഭീകരമായൊരു സിനിമ എടുത്തതെന്ന് ചോദിച്ചപ്പോൾ സംവിധായകൻ പറഞ്ഞത് തൻ്റെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കാണിക്കാനാണെന്നാണ്. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെ സ്പെയിൻ, ഓസ്ട്രേലിയ, നോർവേ തുടങ്ങിയ അനേക രാജ്യങ്ങൾ ഈ സിനിമയെ തള്ളിക്കളഞ്ഞു. പലയിടത്തും ഈ സിനിമ ഇന്നും നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളൊരു മിസ്റ്ററി പ്രേമിയാണെങ്കിൽ പോലും ഈ സിനിമ കാണുന്നതിന് മുമ്പ് 2 തവണ ആലോചിക്കുക. കാരണം ഇതിലെ ദൃശ്യങ്ങൾ അത്രമേൽ ഭയാനകമാണ്. ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ നിഗൂഢതകൾ നിറഞ്ഞ വീഡിയോകൾക്കായി ഫാക്ട് ബോക്സ് മലയാളം ഫോളോ ചെയ്യുക.